അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച ഉണ്ടാ. അപ്പോൾ ചായ കുടിച്ച് കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് രാവിലെ പുട്ടും ചെറുപയറും ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിന് മുമ്പ് കഞ്ഞിക്കിട്ടേക്കാം. കഞ്ഞി അങ്ങോട്ട് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. സാവകാശം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആലുവിന് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. ആലുവിന് ഇന്ന് എക്സാമാണ്. അപ്പോൾ അവൾക്ക് ഇപ്പോൾ പുട്ട് വേണ്ട, റസ്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഞ്ഞിക്കുട്ടി കുടിച്ചോളാന്ന് തോന്നുന്നു. അപ്പോൾ ആളവിടെ നിന്ന് അത് കഴിക്കുന്നുണ്ട്. ഞാൻ തേക്ക് കഞ്ഞിക്കിടാൻ വേണ്ടി പോണ്. അത് കഴിഞ്ഞ് നമുക്ക് സാവകാശം പുട്ടുണ്ടാക്കാം. ആമി നല്ല ഉറക്കമാണ്. ചേട്ടനും ഒന്ന് ട്രിപ്പുണ്ട്, ഒരു ഓട്ടോറ്റേ ഉള്ളത് തോന്നുന്നു. അത് കഴിയുമ്പോൾ വരും. ഞാൻ ആദ്യം കഞ്ഞിക്ക് വെള്ളം വെക്കട്ടെ കേട്ടോ. കഞ്ഞിക്ക് വെള്ളം വെച്ച് അരിയും കഴുകിയിട്ട് അങ്ങനെ തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് പയറൊക്കെ അടപ്പത്താക്കാറില്ല. അരി എടുക്കട്ടെ കേട്ടോ. നമ്മുടെ അരി തീരാറായിട്ടുണ്ട്. അരി വാങ്ങാം. ഞാൻ അവിടെ നിന്ന് ബക്കറ്റൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് ബക്കറ്റ് അപ്പുറത്തായിട്ടേ പിന്നെ നിങ്ങൾ കാണുകൊണ്ടെന്ന് അറിയാൻ പാടില്ല. താഴത്തേക്ക് ആക്കി ബക്കറ്റ്. അപ്പുറത്തപ്പോൾ ഇച്ചിരി സ്ഥലം കിട്ടി. ഒരുപാടല്ല, എന്നാലും ഒരു ഇച്ചിരി സ്ഥലം നമുക്കവിടെ കിട്ടി. അത് കഴിച്ചാ കഴിക്കണം. അങ്ങനെ കഴിക്കാൻ വേണ്ടി നമുക്കേ കാലത്ത് തന്നെ അപ്പം കേര മുറിച്ച് മേടിച്ചെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നല്ല കഴി ഇല്ലാത്ത കൊണ്ടിട്ടേ ഞാൻ പറഞ്ഞത് അതൊന്ന് മുറിച്ച് മേടിക്കാന്ന് പറഞ്ഞു. എന്തോ പൈസ കൊടുക്കണം കുറിക്കണേനപ്പോൾ നമ്മൾ 3-4 കിലോനൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ കൊണ്ടൊന്ന് മുറിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ പീര പോലെ പോകും. പിന്നെ ഇത് കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മുറുകുമല്ല. അപ്പോൾ രാവിലെ വെളുപ്പിന് ഹാർബറിൽ പോയി മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചട്ടിയിലാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പീസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇരട്ടി പണിയില്ല. അങ്ങനെ കറി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം എടുത്ത്. അപ്പോൾ ഇത് എത്ര കിലോ, 4 കിലോനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതേപോലത്തെ ഈ ഒരു അളവിലുള്ള പീസായിട്ട് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഫ്രിഡ്ജിലോട്ട് തന്നെ അങ്ങോട്ട് വെച്ച് കേട്ടാ. നമുക്ക് എടുക്കാൻ നേരത്തെ എടുത്താൽ മതിയല്ലോ എന്ന് കരുതി. ഇപ്പോഴും ഞാൻ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ വേണ്ടി നമുക്കിനി രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ കഞ്ഞിക്ക് അപ്പുറത്ത് അടപ്പത്തിട്ടിട്ടുണ്ട്. അരിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് തിളക്കുന്ന നേരം കൊണ്ട് ഞാൻ ആലു വന്ന് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മുടി കെട്ടിത്താന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് മുടി കെട്ടി കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ പാട് കുളിച്ചിട്ട് പോവണ്ട, മേല് മാത്രം കഴുകി തല നനക്കണ്ടെന്ന് പറഞ്ഞാലും കേൾക്കൂല. അമ്മ രാവിലെ നല്ല കുളിച്ച് ഫ്രഷായിട്ട് പോകണതാണ് എപ്പോഴും നല്ലത്. മിസ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാ ദിവസവും രാവിലെ കുളിച്ചിട്ട് വേണം സ്കൂളിലേക്ക് വരാനെന്ന്. അത് കുറച്ചും കൂടെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചാൽ കുഴപ്പമില്ലേ. ഇതാ പോകാൻ നേരത്താണ് പെട്ടെന്ന് അങ്ങോട്ട് കുളിച്ചേച്ചും യൂണിഫോമൊക്കെ ഇട്ട് അങ്ങോട്ട് പോകണത്. അപ്പോൾ തലമുടി ഉണങ്ങൂല. തലമുടി ഉണങ്ങിയില്ലെങ്കിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചീത്ത സ്മെല്ലായിരിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പേൻ ശല്യവും ഈരിൻ്റെ ശല്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും പറയും വൈകുന്നേരം വന്നിട്ട് തല നനക്കൂ, രാവിലെ മേല് കഴുകിയിട്ട് പോകുമെന്ന് പറഞ്ഞാൽ കേൾക്കൂല. അപ്പോൾ ഞാൻ മുടി നനഞ്ഞിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ കുറച്ച് ലൂസാക്കിയിട്ടാണ് മുടി പിന്നെ കെട്ടി കൊടുത്ത് വിടണത്. ചിമ്പു ഇതെന്താണിത്? ഡാൻസാ? ആടൂലേ അതുപോലെ കളിക്കണത്. അവർക്ക് ഇന്ന് എക്സാം ഉണ്ട്. ആലുവിൻ്റെ മുടി കെട്ടി വന്നപ്പോഴത്തേക്കും കഞ്ഞി കളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെച്ച് നമുക്കിനി പുട്ടിലുള്ള ചെറുപയറാണ് ഞാൻ അടപ്പത്തേക്ക് വെക്കുന്നത്. ഈ കുക്കർ
കുക്കർ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടാ, ഇത് എവിടെ നിന്നാണ്? ഇത് നമ്മൾ പാലസ് റോഡിൽ നിന്ന് വാങ്ങിയതാണ്. 1.5 ലിറ്ററാണ് കേട്ടോ ഈ കുക്കർ. വില 1100 രൂപ ഏതാണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് ഓൺലൈനിൽ 900 സംതിങ് രൂപ ഉള്ളതെന്ന് തോന്നുന്നു. എനിക്ക് കുക്കർ ഭയങ്കര ഇഷ്ടമുണ്ട്. എനിക്ക് ഈ കുക്കർ ഇല്ലാതെ ഇപ്പൊ പരിപ്പ് നമുക്ക് കുക്കറുണ്ട്, ഒരു വലിയ കുക്കറുണ്ട്. 3 ലിറ്ററാണെന്ന് തോന്നുന്നു, 5 ലിറ്ററാണെന്ന് 5 ലിറ്ററാണെന്ന് തോന്നുന്നു. അപ്പം അത് ഉണ്ട്. പക്ഷെ അപ്പം നമ്മൾ ഇച്ചിരിക്കോളം പരിപ്പും ഇത്തിരി കടലയൊക്കെ വെക്കുമ്പോഴത്തേക്കും ആ വലിയ കട്ട കുക്കറിൽ കൊണ്ട് വെക്കണം എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. പിന്നെ അതിന് മുൻപ് എനിക്കൊരു കുഞ്ഞു കുക്കർ ഉണ്ടായിരുന്നു. അത് വീട്ടിലത്തേതായിരുന്നു കേട്ടോ, എൻ്റെ വീട്ടിലത്തേതായിരുന്നു. അപ്പം അമ്മ പോയപ്പോഴത്തേക്കും പിന്നെ അപ്പനെയും കൂടെ വന്നപ്പോൾ ഞാൻ ആ കുക്കർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ അതിൻ്റെ പിടിയൊക്കെ കുറച്ച് ലൂസായിരുന്നേ. അപ്പോൾ നമ്മൾ അതും കൂടെ കൊടുത്തു, അതിനൊന്നും കിട്ടിയൊന്നുമില്ല. അതും കൂടെ കൊടുത്തിട്ടാണ് ഞാൻ ഈ കുക്കർ വാങ്ങിയത്. ഇതിപ്പോൾ എല്ലാത്തിലും ഉപകാരമുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരിയൊക്കെ നമ്മൾ പരിപ്പും പയറൊക്കെ നമ്മൾ ഒരുപാടൊന്നും വേവിക്കൂലല്ലോ. അപ്പോൾ ഇത്തിരിയൊക്കെ വേവിക്കുമ്പോൾ നമുക്ക് ഇത് എപ്പോഴും നല്ലതാണ്. പിന്നെ വലിയ കുക്കറിൽ ഞാൻ സാമ്പാറൊക്കെ വെക്കുമ്പോൾ അതിൽ പരിപ്പ് ഞാൻ വേവിക്കും. അപ്പോൾ പച്ചക്കറികളൊക്കെ ഇട്ട് വേവിക്കാം. അല്ലെങ്കിൽ പിന്നെ ചെറിയ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ചെയ്യും. അപ്പോൾ അതേ പയറടപ്പത്താക്കിയിട്ടുണ്ട്. നമുക്ക് പുട്ടിന് പൊടി നനക്കാം. അപ്പോൾ ചെറുപയർ ഒരു 3-4 വിസിലടിച്ചപ്പോഴത്തേക്കും ഞാനതവിടെ തീ ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവി പോയിട്ട് നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് ഇതേ പുട്ടുപൊടിയെല്ലാം നനച്ചെടുത്തിട്ടുണ്ടായി, തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് പുഴുങ്ങി എടുക്കാം. അപ്പോഴത്തേക്ക് അതിൻ്റെ ആവിയെല്ലാം പോയി കിട്ടും. ചെറുപയർ നമ്മൾ താളിച്ചെടുക്കുന്നത് എപ്പോഴും സ്ഥിരം വയ്ക്കുന്ന രീതി തന്നെയുണ്ട്. ചിലവർ തേങ്ങ അരച്ച് വയ്ക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു വട്ടം അങ്ങനെ ചെയ്യണമെന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ സ്ഥിരം വയ്ക്കുന്ന രീതിയിലല്ലാതെ നമ്മളൊന്ന് മാറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോഴേ മീൻകറി ആണെങ്കിൽ കൂടി ആർക്കും അങ്ങനെ വലിയ താല്പര്യം തോന്നൂല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനങ്ങനെ നമ്മളെപ്പോഴും വയ്ക്കുന്ന ആ രീതിയിൽ തന്നെ വയ്ക്കണത്. ചിലവരൊക്കെ പറയാനായിട്ട് ചേച്ചി ഈ മീൻകറിയുടെ റെസിപ്പി ഒന്ന് മാറ്റി പിടിക്കുക, ഇത് എപ്പോഴും സ്ഥിരം വയ്ക്കണതല്ലേ. നമ്മളത് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും കഴിക്കൂലെന്നേ, അതാണ് കാര്യം കേട്ടോ. ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അറിയാവുന്നത്. എന്നിട്ട് ഉപ്പുമീന കൊടുക്കത്. അതിനു മുമ്പ് ഞാനേ കുറച്ച് പേര് ഈ ഉപ്പുമീൻ്റെ വില ചോദിച്ചായിരുന്നു. ഞാൻ ഇന്നലെ പിന്നെ ഞാനേക്ക് ഉപ്പുമീൻ്റെ കാര്യം പറഞ്ഞെങ്കിലും വിലയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഈ ഒരു പാക്കറ്റ് ഉണ്ടാ, ഇത് എത്ര വെച്ചാൽ എന്തോരാണ്? 150 ഉണ്ട്. ഇതിന്റെ വിലയല്ലേ? 150 ഗ്രാം ഉണ്ട്. 150 ഗ്രാമാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു 50 ഗ്രാമിന് 50 രൂപ വെച്ചിട്ടാണ്. അപ്പൊ ഇത് 150 ഗ്രാമിന് ഞാൻ എത്രയാന്ന് ഇങ്ങനെ നമ്മൾ 1 കിലോ ഒന്നും വാങ്ങണില്ല. അപ്പൊ അതുകൊണ്ടിട്ട് വില ചോദിച്ചില്ല. ഈ ഒരു ഫുള്ള് പാക്കറ്റ് 150 രൂപയായിരുന്നു കേട്ടോ. ഇതിന്റെ പകുതി ഞങ്ങൾ ഇന്നലെ എടുത്ത്, പകുതിയല്ല കുറച്ചെടുത്ത്. പിന്നെ മണങ്ങ് ഞങ്ങള് ഇന്നലെ ഉച്ചക്ക് കൊടുത്ത്, പിന്നെ ഞാൻ രാത്രിക്കുണ്ടെന്ന് അന്നും എടുത്ത്. അപ്പൊ അതങ്ങോട്ട് തീർന്നത് 50 രൂപയായിരുന്നു മണങ്ങ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ പാമ്പാട, ഇത് 100 രൂപയാണ് കേട്ടോ. 100, ഇത് 150. പിന്നെ ചെമ്മീൻ 100-ൻ്റെയും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇനി എപ്പോഴെപ്പോഴും പോകണ്ടല്ലാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പാക്കറ്റ് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അത് ഉണക്കച്ചെമ്മീൻ ഉപ്പുമീനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു മോരും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ കറികളൊക്കെ ഒപ്പിച്ചെടുക്കാം. പിന്നെ ഇത് വവ്വാല് ഉണക്കി വെച്ചക്കണ പോലെ തോന്നലുണ്ടാ ഈ സാധനം. ഇതില്ലേ അപ്പൻ ഇന്നലെ പണിയും കഴിഞ്ഞ് വന്നപ്പോ മീനൊന്നും കിട്ടിയില്ല. ഇത് ഏതോ വഞ്ചിക്കാര ബോട്ടുകാരായിരിക്കില്ല, വഞ്ചിയാണോ ബോട്ടാണോന്ന് അറിയില്ല. ദൂരെ ലക്ഷദ്വീപിലേക്ക് പണിക്ക് പോയ ആൾക്കാരെ അവിടെ നിന്ന് കുടുക്ക കിട്ടിയിട്ട് അവര് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പൊ അവിടെ നിന്ന് ഉണക്കി കൊണ്ടുവന്നാണ് അവര്. അപ്പൊ ഇവിടെ എല്ലാവർക്കും അപ്പനൊക്കെ പോണ അവിടെ അഞ്ചില കൊടുത്തപ്പോഴത്തേക്കും അപ്പനും കൊടുത്തത് കണ്ടത്. വവ്വാലിനെ ഉണക്കി വെച്ചൊക്കെ ഇരിക്കല്ലേ. ഞാൻ കുടിക്കാണ് കേട്ടോ. ഇത് കുടുക്ക ഉണക്കിയത് ഞാൻ ജീവിതത്തിൽ കഴിച്ചില്ല. കാരണം നല്ല കട്ടിയുള്ള മാംസമാണല്ലോ. അതൊന്നും ഉണക്കണം അതിനെ പറ്റി ചിന്തിക്കാനേ എനിക്ക് വയ്യ. കാരണം ഭയങ്കര ദേഷ്യമാണല്ലോ അതിന്. അപ്പൊ അവിടുത്തെ വെയിൽ എന്തോരം ആയിരിക്കുമല്ലേ. നോക്കിയേ, കണ്ടാ, കാണാൻ പറ്റോണ്ടാ? ഇത് വറക്കാം നമുക്കൊരു ദിവസം. ഇന്നിപ്പോ നമുക്ക് കേരണ്ടല്ലോ, ഇനി ഒരു ദിവസം കറിയില്ലാത്തപ്പോ നമുക്ക് വറക്കാം. ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പോയ സാധനം. കുടുക്കയെന്ന് പറയുമ്പോ ചൂര കേട്ടാ. ഞാൻ ഉപ്പുമീൻ്റെ കാര്യങ്ങളൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴത്തേക്കും ചിലരെങ്കിലും മനസ്സിൽ വിചാരിക്കാം ഇതെന്താ ഉപ്പുമീൻ്റെ പരസ്യമാണെന്ന്. പരസ്യമൊന്നും അല്ല കേട്ടോ. നമുക്കിപ്പോൾ എന്ത് സാധനം നമ്മൾ വാങ്ങിച്ച് കഴിക്കാനാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്കും നല്ല നീറ്റായിട്ടൊക്കെയുള്ള സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്കത് പ്രത്യേക ഒരു ഇത്. നമുക്കിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് എന്താ പറയുക, കുറച്ച് അധികം ദൂരം തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ചാലിപ്പുറത്ത് പോകാണ്ട് കുറച്ച് ദൂരമുണ്ട്. ഇവിടെ അടുത്തൊന്നും അല്ല, അപ്പോൾ ഇച്ചിരി പോകണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ പെട്രോൾ കാശൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കാം ലാഭം. പക്ഷേ വൃത്തിയുടെ കാര്യത്തിൽ അവരെ സമ്മതിക്കണം കേട്ടോ. കാരണം
കാരണം നമ്മൾ ഈ ചെറിയ പാക്കറ്റ് 10-ൻ്റെ ഉപ്പുമീനൊക്കെ 20-ൻ്റെയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി നോക്കിക്കണ്ടേ, ചെതമ്പല് പോയിട്ടുണ്ടാവില്ല, അതിൻ്റെ ചിറകും മുള്ളും ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. എന്താ പറയുക, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ഒരു ഇച്ചിരി ദൂരമാണെങ്കിൽ കൂടി നമ്മൾ അവിടെ പോയി വാങ്ങണത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ, അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആൾക്കാർ അറിഞ്ഞു പോയി വാങ്ങട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയണത്. അപ്പോൾ അതേ നമ്മുടെ പുട്ടും ചെറുപയറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആമിക്കുട്ടിക്ക് വാരി കൊടുക്കണേ. അപ്പനും ചേട്ടനൊക്കെ കഴിക്കാൻ കൊടുത്തു. ആലു രാവിലെ സ്കൂളിൽ പോയല്ലേ, പിന്നെ ഉച്ചയ്ക്കേ വരുവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിനി ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് ഇനി ഞാൻ കഴിക്കുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമിക്കുട്ടിക്ക് വാരി കൊടുക്കാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചാണ്. ഇപ്പോൾ ആമിക്ക് ചില നേരങ്ങളിൽ ഇങ്ങനെ വാരി കൊടുക്കാനൊക്കെ പറയും കേട്ടോ. പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ വാരി കൊടുക്കും. വീട്ടിലുള്ള സമയത്തൊക്കെ ആൾ തനിയെ വാരി കഴിക്കാറാണ് പതിവ്. പക്ഷേ ചില നേരങ്ങളിലൊക്കെ ഇച്ചിരി പുഞ്ഞാരമൊക്കെ വരും. അപ്പോൾ ഇന്നിപ്പോൾ അമ്മ വാരിത്താന്ന് പറഞ്ഞുകൊണ്ടിട്ട് 2 പിടിയെങ്കിലും ഉള്ളിൽ ചെല്ലട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനപ്പോൾ വാരി കൊടുക്കാമെന്ന് കരുതി. കഴിച്ചോളും, ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തനിയെ വാരി കഴിച്ചോളും. ഇപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ച് മേടിച്ച് കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഈ പുട്ടും ചെറുപയറൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ചെറുപയറൊക്കെ ആൾച്ചട്ടിക്ക് ഇച്ചിരി കഴിക്കാൻ മടിയാണ്. അപ്പോൾ ഞാൻ ചെറുപയറൊക്കെ നല്ലതാണല്ലോ കഴിക്കുന്നത്, പ്രത്യേകിച്ച് ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിന് തണുപ്പ് തണുപ്പ് കിട്ടുന്ന സാധനങ്ങളാണ് ഈ ചെറുപയർ, തണ്ണിമത്തൻ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ. ഇനിയും ഉണ്ട് കേട്ടോ കുറേയൊക്കെ, അതൊക്കെ ഞാൻ ഇനി ആലോചിച്ചെടുക്കണം. അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ പറയാത്തതേ. അപ്പോൾ ഇച്ചിരി ചെറുപയറൊക്കെ ഉള്ളിൽ ചെല്ലട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പുട്ടിൽ കുറച്ച് നല്ലപോലെ കുഴച്ചൊക്കെ പിടിച്ചിൽ വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറേ സമയം എടുക്കും, അത് വേറെ കാര്യം. നമ്മുടെ സമയം കുറച്ചെങ്കിലും പോകും, കുറച്ച് നഷ്ടപ്പെടും. കാരണം എനിക്ക് പെട്ടെന്ന് അടുക്കളയിലെ പണികളൊക്കെ തീർത്ത് വെറുതെ ഇരിക്കണമെന്നൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതുങ്ങളൊക്കെ എല്ലാവരും വീട്ടിലുള്ള സമയത്ത് അങ്ങനെയൊന്നും പറ്റാറില്ല കേട്ടോ. പിന്നെ ആമിക്കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കഴിച്ചു കേട്ടോ. കഴിച്ചു കഴിഞ്ഞ് നേരെ വീണ്ടും അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചോണ്ടേ എനിക്ക് അത്ര അങ്ങോട്ട് അത്രയ്ക്കും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, ഭാരപ്പെട്ട പണി. ഈ മീൻ മുറിക്കലാണ് എനിക്ക് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട പണി. അതായത് നമുക്കൊന്നാമത്തെ കത്തിയില്ല, പിന്നെ പ്രത്യേകിച്ച് ഈ മീനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് പീര പോലെ അങ്ങോട്ട് ആയിട്ട്. പിന്നെ ഒരു കാര്യമാണ് കേട്ടോ, ഈ കേരമീനും ചൂരയൊക്കെ നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മുറുക്കം വയ്ക്കുമെങ്കിലും അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ നല്ല പീസായിട്ട് കിടുമ്പോഴല്ലേ നമുക്കത് കാണാൻ തന്നെ, നിങ്ങളെ കാണിക്കുമ്പോഴും നല്ല നല്ലതായിട്ട് മുറിച്ചിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു കമൻറ്റിലൂടെ കളിയാക്കി കൊല്ലും. മറ്റേ മീൻ നമ്മുടെ വിളമീനാ, അത് മുറിച്ച് വെച്ചത് ചേട്ടൻ മുറിച്ച് വെച്ച കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ആയിപ്പോവും. അപ്പോൾ അത് കൊണ്ടിട്ട് ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ ഇത് മുറിച്ച് പീസായിട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന്. കാരണം നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടിട്ടാണേ. പിന്നെന്താണ്, കേരമീനില്ലേ, അതിങ്ങനെ വെളുത്തിരിക്കുള്ളൂ കേട്ടോ, ഇതിൻ്റെ ദശ വെളുത്തിരിക്കുള്ളൂ. പിന്നെ ചൂരമീൻ, അതായത് ഞാൻ കുടുക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കളിയാക്കാറുണ്ട്. ചൂര, ഞാൻ അങ്ങനെ പറയാം. ചൂരയുടെ ദശ എന്ന് പറയുമ്പോഴത്തേക്കും റെഡ് കളറായിരിക്കും. ഈ മീനിൻ്റെത് രണ്ടും ഒരേ തരത്തിൽപ്പെട്ട മീനാണ്, പക്ഷേ രണ്ടിനും കളർ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തോരം കഴുകിയാലും അതിൻ്റെ ചോരവെള്ളം അങ്ങോട്ട് പോയി കിട്ടൂല. അപ്പോൾ ഞാനത് കഴുകി ഒരു ഊട്ടപാത്രത്തിൽ വെച്ചിട്ടുണ്ട്. വറുക്കാനുള്ളതെല്ലാം മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങ അരച്ച് ചേർക്കാം കേട്ടോ. സാധാരണ ഈ മീനൊക്കെ നല്ല മുളകിൽ വെക്കണതാണ് എപ്പോഴും ടേസ്റ്റ്. പിന്നെ ഇച്ചിരി ചാറ് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഒരിച്ചിരി തേങ്ങ അരച്ച് ചേർക്കുന്നത്. സാധാരണ നമ്മൾ മീൻകറി വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചധികം തേങ്ങ എടുക്കും. അധികമൊന്നുമല്ല, ഓവറായിട്ടല്ല കേട്ടോ, കുറച്ചെടുക്കുമല്ലോ. ഇതിന് നമ്മളൊരു കൈപ്പിടി തേങ്ങ എടുത്താൽ വേണ്ടിയിട്ട് ഒരു ചാറിനൊരു കുറുക്കൻ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് കണക്ക് കുറേ കമൻറ്റ് ഞാൻ ഇങ്ങനെ കാണാറുണ്ട്, റെസിപ്പി ഇടൂ ചേച്ചി. റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുള്ളത്. ഞാൻ എപ്പോഴും ഈ ഷോർട്ട് വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടുമ്പോഴേ എന്നെ എല്ലാവരും വന്നിട്ട് ഇനി കമൻറ്റിലൂടെ തെറി വിളിക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ ചേച്ചിക്ക് ഇത് തന്നെയുള്ള എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വല്ലതൊക്കെ പറയുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ എപ്പോഴും നമ്മൾ ഇട്ടത് തന്നെയും പിന്നെയും റെസിപ്പി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് അത് ബോറടിയാവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാനത്. പിന്നെ നമ്മുടെ ലോങ്ങും ഷോർട്ടും ഒക്കെ കൂടി ഒരു ഫോണിൽ എടുക്കണത് കൊണ്ടിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയ്ക്കകത്തോട്ട് ഒന്നും കൂടി ഞാൻ വേണമെങ്കിൽ പറയാം. തേങ്ങയ്ക്കകത്തോട്ട് മഞ്ഞൾ പൊടി, മുളക് പൊടി ഞാൻ ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട്. ഈ മീനിനൊക്കെ നല്ല എരിവ് വേണം. അപ്പോൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തില്ലേ, ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വേപ്പിലൊക്കെ വഴറ്റിയതിൻ്റെ അകത്തോട്ട് ഈ നമ്മുടെ തേങ്ങയരപ്പും കൂടെ ചേർത്ത് അതൊന്ന് ഇളക്കി അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റിച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ കുടംപുളി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ചേക്കാം. ഇനി തിള വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അന്ന് ഞാൻ വിളമീൻ വെച്ചെങ്കിലും ഇല്ലേ, ഞാൻ ഒരു കഷ്ണം അതിൽ നിന്ന് കഴിച്ചില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാനല്ല, ഒരു പീസ് പോലും ഞാൻ അതിൽ നിന്ന് കഴിച്ചില്ല. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഞാൻ ചില നേരങ്ങളിൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കുടലാണെങ്കിൽ കൂടി, കുടൽ കറിക്ക് എനിക്ക് ജീവനാണ്. അത് ആരെങ്കിലും വെച്ച് തന്നിട്ടുണ്ടെങ്കിലേ എന്താ പറയുക, ചട്ടിയും കൂടി വടിച്ച് കഴിക്കുമെന്ന് പറയാം. അതേപോലെ ഞാൻ കഴിക്കും. പക്ഷേ നമ്മൾ തനിയെ വെച്ച് അത് അഥവാ ക്ലീൻ ചെയ്യാത്ത കുടലാണ് കൊണ്ടുവരുന്നതെങ്കിൽ പിന്നെ പറയേ വേണ്ട. നമ്മൾ കുത്തിയിരുന്നതെല്ലാം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ അഴുക്കുകളെല്ലാം കളഞ്ഞ് പിന്നെ പുഴുങ്ങി പിന്നെ അരിഞ്ഞ് തേങ്ങ വറുത്തരച്ച് കറി വെച്ച് വരുമ്പോഴത്തേക്കും ഇല്ലേ, നമുക്കത് കഴിക്കാനുള്ള മൂടപ്പടിയും പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരിത്തിരിയൊക്കെ കഴിച്ചു. പക്ഷേ ഈ മീനുണ്ടല്ല, ഞാൻ തൊട്ടില്ല കേട്ടോ. എനിക്ക് മീനെന്ന് പറഞ്ഞാൽ ജീവനാണ്. പക്ഷേ ഈ മീൻ ഞാൻ പറഞ്ഞില്ലേ, പണ്ടെങ്ങോ ചെറുപ്പത്തിലേ കഴിച്ചതാണ്. ഇതല്ല കേട്ടോ, വിളമീൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. പണ്ടെങ്ങോ ചെറുപ്പത്തിലേ ഞാൻ കഴിച്ചതാണ്. പിന്നെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. പിന്നെ ഈ മീൻ ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ. ഇത് ഞാനിങ്ങനെ പീസായിട്ടൊക്കെ നമ്മൾ മീനൊക്കെ വാങ്ങുമ്പോൾ മാർക്കറ്റിലൊക്കെ വെച്ചേക്കണത് കാണാമല്ലോ. അത് ഞങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുമില്ല. ഞാൻ വാങ്ങിയിട്ടുമില്ല, ചേട്ടനും വാങ്ങിയിട്ടില്ല. ഇത് പപ്പം വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ ആ മീൻ. ഹാർബറിൽ നിന്നാണോ ആണെന്ന് തോന്നുന്നു, ഹാർബറിൽ നിന്നാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എനിക്ക് അത് കണ്ട് അങ്ങോട്ട് വെട്ടിത്തേച്ച് കഴുകി അരിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും ഇല്ലേ, കറിയെല്ലാം നല്ല സൂപ്പർ കറിയായിരുന്നെന്ന് പറഞ്ഞു. ഉച്ചക്ക് അപ്പം പറഞ്ഞ് കുറച്ച് ഉപ്പും പുളിയൊക്കെ പിടിക്കാനുണ്ടായിരുന്നു. വലിയ മീനാണല്ലോ. രാത്രി ആയപ്പോഴത്തേക്കും നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് സൂപ്പർ ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പക്ഷെ തൊട്ടില്ല, കഴിച്ചേ നോക്കിയില്ല ഞാൻ ആ സാധനം. എനിക്ക് എന്തോന്നറിയില്ല, കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ദേ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചട്ടി പിടിച്ച് ഒന്ന് ചെറുതായിട്ട് ചുറ്റിക്കാനുണ്ട്. അത് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടിട്ടേ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ചുറ്റിക്കാൻ പറ്റില്ല. എന്നാലും ഒരു ഇച്ചിരി അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ അത് അവിടെ നിന്ന് തിളച്ച് ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മീനും വറുക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. വേപ്പിലൊക്കെ നമുക്ക് ഭയങ്കര ക്ഷാമമാണ്. ചിലവർ പറയാറുണ്ട് കേട്ടോ, ചേച്ചി മീൻ വറുക്കുമ്പോൾ വേപ്പിലിട്ട് വറുക്കുക നല്ല ടേസ്റ്റാണെന്ന്. ഞാൻ വേപ്പിലിട്ട് വറുക്കാറുണ്ട്. നമുക്ക് വേപ്പില അത്രയും ലാവിഷായിട്ടൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചിലപ്പോൾ അരച്ച് ചേർക്കും. ഇല്ലെന്നാണെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ മറന്നു പോകണമെങ്കിൽ ഇതേപോലെ ഞാൻ ഇങ്ങനെ നമ്മൾ എണ്ണയിലോട്ട് വെതറി ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ നമുക്ക് വേപ്പലില്ല, അതുകൊണ്ടിട്ടാണ് കണ്ടല്ലോ ഭയങ്കര ശോചനീയ അവസ്ഥയിലാണ് വേപ്പൽ ഇട്ട് കൊടുത്തേക്കണത്. ആകെ 5-6 വേപ്പലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വറുക്കാനുള്ള മീനിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ മീൻ വറുത്ത് വന്നപ്പോഴത്തേക്ക് നല്ല ചിക്കൻ വറക്കണം മണം വരുന്നു കേട്ടോ. അടുക്കള മൊത്തം എന്താണെന്നറിയില്ല, നല്ലൊരു മണം വന്ന്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് അരച്ച് നമ്മൾ മീൻ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വറുക്കാറാണ് പതിവ്. പിന്നെ ഇതേപോലത്തെ മീനൊക്കെ നല്ല തുണ്ടൻ കഷ്ണങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ച് ചേർക്കും. പിന്നെ ഈ മീനാണെങ്കിൽ നല്ല വലിയ കഷ്ണമായിട്ടാണ് അവർ അരിഞ്ഞു തന്നത്. പിന്നെ ഞാനത് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, ഞാനിത് പറയാൻ വിട്ടുപോയി കേട്ടോ നേരത്തെ. 2 കഷ്ണം നോക്കി മുറിച്ചെടുത്തു. PIGEON പിജിയൺ. നന്നായിട്ട് മായ്ച്ച് കീറരുത്. ചക്കുരു നോക്ക്, ആമിഷ കുഞ്ഞു നോക്ക്. അയ്യോ എൻ്റെ ഭർത്താവേ, ശ്രദ്ധിച്ചെഴുതട്ടെ. താൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ എഴുതിയേക്കണത് കറക്റ്റായിട്ട് എഴുതണേ. സ്കൂളിൽ പോയപ്പോഴാണ് താൻ എഴുതിയത്. സ്കൂളല്ല, സ്കൂൾ. അത് ഇല്ല, അത് കറക്റ്റാണ്. അത് കണ്ട, യെല്ലോ, ഗ്രീൻ, വൈറ്റ്, റെഡ്, ബ്ലാക്ക്, ബ്ലൂ, അതെല്ലാം നല്ല കറക്റ്റാണ്. ഇത് മാത്രം വായിച്ചെഴുതിയാൽ മതി. ഇല്ല മോനെ, അത് കറക്റ്റാണ്, അത് സാരില്ല. ഇത് മാത്രമുള്ള തെറ്റ്. എന്നാ വായിക്ക്. എന്നാ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുത്. എല്ലാം വായിക്കണ്ട. ഗ്രീൻ മാത്രമല്ലേ തെറ്റെന്ന് പറഞ്ഞ. തെറ്റൊന്നുമില്ല, താൻ കറക്റ്റ് സ്പെല്ലിങ് എഴുതിയേക്കണ. കണ്ടാ ഇല്ല, പിണങ്ങൂല. നല്ല കറക്റ്റായിട്ട് എഴുതി എന്തിനാണ് മായ്ക്കണ മോനെ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അച്ചിങ് വെളുത്തി എടുത്ത് അതൊക്കെ പറയാൻ വേണ്ടി വിട്ടുപോയി കേട്ടോ. അപ്പോൾ മീൻ വറുക്കാനിട്ടത് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ കറിയും റെഡിയായി.
അച്ചിങ്ങ മലത്തിയെടുത്ത് അച്ചിങ്ങ കുറച്ചൊരിത്തിരി വാടിയിട്ടുണ്ടായപ്പോൾ അതിൻ്റെ ഒന്ന് ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാനത് അരിഞ്ഞ് ഒരു സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ടാണ് അതേ, കാരണം അച്ചിങ്ങ കുറച്ചൊക്കെ ചീത്തായി പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അധികം ഇല്ലായിരുന്നു. അപ്പോൾ ഒരു സവോളയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടാണ് അത് താളിച്ചെടുത്തത്. അങ്ങനെ കറികളെല്ലാം റെഡിയായി. ചോറൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തിളപ്പിച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ ഉച്ചയായപ്പോഴത്തേക്കും ഉണ്ട്, നമ്മൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ തിളപ്പിച്ചത്. അപ്പോഴത്തേക്ക് വെന്ത് പാപ്പമായിട്ടൊന്നും പോകില്ല കേട്ടോ, കറക്റ്റ് വേവിൽ തന്നെ നമുക്ക് കിട്ടും. ഞാൻ എപ്പോഴും പറയണത് പോലെ തന്നെ ആദ്യം ഒന്ന് തിളപ്പിച്ചിറക്കി വെച്ചിട്ട് പിന്നെ അടക്കണ നേരത്ത് രണ്ടാമത് വീണ്ടും തിളപ്പിക്കും. അതേപോലെ അത് തിളപ്പിച്ചിട്ട് ഞാൻ അടച്ച് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ പണിയുടെ ഇടയ്ക്ക് ഒരാൾ അവിടെ നിന്ന് പഠിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കുമ്പോൾ തലക്കൊക്കെ അവിടെയും പോയി നോക്കുന്നുണ്ടായിരുന്നു ആമിക്കുട്ടീനെ. അപ്പോൾ അതിനിടയ്ക്ക് ഇതേ ബുക്കും കൊണ്ടുവന്നിച്ച് നിങ്ങളെ കാണിക്കുക, എല്ലാവരും കാണിക്കട്ടെ അമ്മ എന്നും പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ച് പെരടകൊക്കെ ഒന്ന് തുടക്കാനുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഭയങ്കര ചൂടല്ലേ, ഇനിയിപ്പോൾ കുളിച്ച് പിന്നെ വന്ന് ചോറ് കഴിച്ച് പിന്നെ തുടക്കാനൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും വിയർത്ത് വീണ്ടും നാശവും. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വിയർത്ത് കുളിച്ചിരിക്കാനാണ്, സാരില്ല കുറച്ച് ചോറ് അങ്ങോട്ട് വാരി തിന്നിട്ടും തുടച്ചിട്ട് പിന്നെ കുളിച്ച് നല്ല മെനക്കിരിക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ ഓടിച്ചിട്ടാണ് ഞാൻ തുടക്കണം, നാളെ ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ ഒന്ന് വീട് നല്ല മെനക്ക് കിടക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് വെറുതെ ഒന്ന് ഓടിച്ചിട്ട് മുറികളൊക്കെ ഒന്ന് തുടച്ചപ്പോൾ അപ്പോൾ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അപ്പൻ്റെ മുറി പോയി കിടന്ന് ഉറങ്ങാനുണ്ട് ചേട്ടൻ. അപ്പുറത്ത് റൂമിൽ പോയി ആമിയും ഉണ്ട് ചേട്ടനും ഉണ്ട്. അപ്പുറത്ത് അവരെ പാവയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഇരുന്ന് കളിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ തുടച്ചെടുത്തപ്പോൾ നമ്മുടെ ആലു അതിനിടക്ക് സ്കൂളിൽ വിട്ട് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷന് പോയേക്കണേട്ട്. ആൾക്ക് 3 മണിക്കാണ് ട്യൂഷൻ. അപ്പോൾ ട്യൂഷന് പോയി. അപ്പോൾ നമ്മുടെ എന്താ പറയുക മേശവരിയില്ലേ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇട്ടപ്പോൾ അതൊന്ന് കഴുകി ഞാൻ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറന്ന് അവിടെ വന്ന് കിടന്നുവെച്ചതാണ്. അപ്പോൾ അതിന് താഴത്ത് വീഴണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ എടുത്ത് നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോഴേ ഇത് എനിക്ക് കുറച്ച് പേര് എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, എനിക്കത് മനസ്സിലായില്ല കേട്ടോ. ഇത് വെള്ളം നനച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടിരിക്കും ചേച്ചി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് വലിയ ശ്രദ്ധിച്ചില്ലാക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ അതൊക്കെ പോയി ഏത് വീഡിയോക്കകത്താണ് അങ്ങനെ ഇട്ടതെന്ന് പോലും ഞാൻ ഓർക്കണില്ല. അതറിയാവുന്ന ആൾക്കാരൊന്നും കൂടെ പറഞ്ഞു തന്നെ. നമ്മുടെ ഇത് ഇനി ഈ ഷീറ്റ് ഇനി ആയതുകൊണ്ടിട്ടാണോ എന്ന് അറിയാൻ പാടില്ല, അവർ മെനയില്ല കേട്ടോ അങ്ങനെ ഇട്ടിട്ടേ. പിന്നെ കുറച്ച് പേര് വേറെ വെള്ളം നനച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് കിടക്കുമെന്ന് അതൊന്ന് അറിയാവുന്ന ആൾക്കാരൊന്നും എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. അങ്ങനെയാണല്ലേ ഇച്ചിരി നേരം അങ്ങനെ ഇരുന്നപ്പോഴേ കണ്ണ് വാടിപ്പോണം. അപ്പം ഞാനെന്നാൽ ഒരു അരമണിക്കൂർ കിടന്നിട്ട് പോയി കുളിക്കാന്ന് കരുതിയിട്ടേ ആമിക്കുട്ടി കിടത്തിന് ലക്ഷണമില്ല കേട്ടോ. അമ്മനെ പഠിപ്പിക്കുന്നു പഠിച്ചു
ഫോൺ ഉപയോഗിക്കാനില്ല അത് പറയും. ഫോൺ ഉപയോഗിക്കണ്ട. ഫോൺ ഉപയോഗിക്കാത്ത ഫോൺ കുത്തിയിട്ട് അതുകൊണ്ട് ഉപയോഗിക്കണ്ട. വൈകിട്ടായപ്പോഴത്തേക്കും പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാനും ആമിയുടെ മുടിയൊക്കെ കെട്ടി കൊടുക്കണേ. അപ്പോൾ ഞാനും മുടി അഴിച്ചിട്ടേക്കണത് മുടി കുറച്ച് ഉണങ്ങാനുണ്ട് കേട്ടോ. എനിക്ക് ഈ മുടി നനച്ച് വെച്ചിട്ട് പുറത്തേക്ക് പോകണത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. കാരണം മുടി ഒന്നാമത് നമുക്ക് മുടിക്കുള്ളില്ല. അപ്പോൾ നനച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലല്ലേ കോഴിത്തൂവൽ പോലെ കിടക്കും. മറ്റേത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നല്ല പറന്ന് നല്ല മുടി കുറച്ച് എന്താ പറയുക ഉള്ളുള്ളതുപോലെ കിടക്കും. എനിക്ക് മറ്റേ ഹെയർ ഡ്രയറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷേ അത് ഉപയോഗിക്കാറില്ല. അതെനിക്ക് എൻ്റെ കയ്യിലുള്ളതൊരു 12 എൻ്റെ കല്യാണത്തിന് മുന്നത്തെ വർഷം, അതായത് അമ്മ കല്യാണത്തിന് മുമ്പ് പുറത്ത് പോയ സമയത്ത് ആ കല്യാണം ആയപ്പോഴത്തേക്ക് ആ ഒരു വർഷം കൊണ്ടുവന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 13 വർഷത്തിൽ മേലെ ആയിട്ടുണ്ടാകും. ഇപ്പോൾ ആലുവിന് തന്നെ ഇപ്പോൾ 12 വയസ്സ് കഴിഞ്ഞ് 13 വർഷത്തിന് മേലെങ്കിലും ആയിട്ടുണ്ടാകും എൻ്റെ കയ്യിൽ അതിരിക്കണത്. ഇതുവരെയൊക്കെ ഒരു കംപ്ലയിൻറ്റും പറ്റിയിട്ടില്ല. പക്ഷേ ഞാനതങ്ങനെ ഉപയോഗിക്കാറില്ല. ആലുവൊക്കെ ഇടയ്ക്കൊക്കെ എടുത്ത് ഉപയോഗിക്കും. ഞാനത് ഉപയോഗിക്കാത്തത് കാരണം നമുക്ക് മുടിയില്ല. പിന്നെ ഈ ചൂടാണല്ലോ. അപ്പോൾ അത് അധികം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടി പോകുമെന്നൊക്കെ പറയണത് കേൾക്കാം. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനത് ഉപയോഗിക്കാത്തതുകൊണ്ട് അതിൻ്റെ വിശദ വിവരങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ അതിപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ട്. ചീത്തയായിട്ട് പോലുമില്ല. അപ്പോൾ മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പറത്തി ഇട്ടേക്കാനാണ്. എന്നാലും കുറച്ചൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വാരി അങ്ങോട്ട് കെട്ടിയിട്ടാൽ പോകാൻ നേരം. എനിക്ക് റെഡിയായി നിന്നിട്ട് പിന്നെ കാത്തു നിൽക്കണതിൽ കലി വേറെ ഒന്നുമില്ല. എന്നെ കാത്തു നിന്നാൽ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് റെഡിയായി കഴിഞ്ഞിട്ട് കാത്തു നിൽക്കണത് ഇഷ്ടമല്ല. പെട്ടെന്ന് തന്നെ ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിക്കൊള്ളണം. ഇതിൽ ഞാനും ആമിക്കുട്ടിയും ഉടുത്തു കഴിഞ്ഞിട്ടേ ചേട്ടൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം കഴിഞ്ഞാൽ ചേട്ടൻ പതിയെ റെഡിയായി കുളിച്ച് റെഡിയായൊക്കെ വന്നത്. അപ്പോൾ എനിക്ക് കുറേ നേരം അവിടെ നിന്ന് മടിയായിട്ട് വയ്യായിരുന്നു. എനിക്ക് പിന്നെ ഒരു കാര്യം കേട്ടോ, ഞാനും കുറേ സമയമൊന്നും എടുക്കില്ല കേട്ടോ റെഡിയാൻ വേണ്ടി. ഇപ്പോൾ സാരി ഉടുക്കണമെങ്കിൽ ഒരു ഇച്ചിരി അധികം സമയം എടുക്കും. സാരിയൊക്കെ ഒന്ന് ചുറ്റി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ചുരിദാറൊക്കെ എടുത്ത് തന്നെയാണെങ്കിൽ ഞാൻ ടക്കേന്ന് പോലെ റെഡിയാകും കേട്ടോ. അങ്ങനെ ഞാനും ആമിക്കുട്ടി ഇതേ മുടിയൊക്കെ കെട്ടി റെഡിയായി നിൽക്കണം. ഇനി ചേട്ടനും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പതിയെ. ഇതെൻ്റെ പുതിയ പലാസോയാണ് കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണേ. അപ്പോൾ അത് നിങ്ങളൊന്ന് നല്ല രീതിക്ക് കാണിക്കാൻ നോക്കിയിട്ട് ഏർപ്പെട്ട ആമി സമ്മതിക്കണില്ല കേട്ടോ. നല്ല നാക്കാണ് ഈ കുർണിക്ക്. എൻ്റെ മൂത്തതൊരു പാവമാണ് കേട്ടോ. 200 സംതിങ് രൂപയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാനിതിൻ്റെ ഒരു ബ്ലാക്ക് ഉണ്ടെങ്കിൽ ഇനി വാങ്ങണമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ റെഡിയായി നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തോപ്പുംപടി പോകാൻ വേണ്ടി പോകണത് വേറെ ഒന്നുമല്ല. എൻ്റെ ഉള്ളിക്കോട്ടാന്ന് ഞാൻ ഇത് ഇട്ടോ ഇത് വേണ്ട ഇത് വിട്ടിറങ്ങുമ്പോൾ. അപ്പോൾ കൊണ്ടുവച്ച് മറ്റേത് കൊണ്ടുപോയി വെക്കട്ടെ. അത് കല്ലിൻ്റെ ചീത്തായി പോവും. അപ്പോൾ അത് ശോചനീയാവസ്ഥയിൽ ഇരിക്കണമായിരുന്നു. കുറച്ച് ഡാമേജ്, കുറച്ചെന്നല്ല വളരെയധികം അരികൊക്കെ പൊട്ടിയിരിക്കണമായിരുന്നു. പിന്നെ അത് ചീത്തായിട്ട് വേറെ മേടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ഫ്രണ്ട് വശം അങ്ങോട്ട് അരികം അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിപ്പോയി. അപ്പോൾ അതൊരെണ്ണം വാങ്ങണം. പിന്നെ എൻ്റെ അരിപ്പക്കയിലൊക്കെ കീറിയൊക്കെ ഇരിക്കാനാണ് ഇച്ചിരി. അപ്പോൾ അതൊരെണ്ണം വാങ്ങണം. അങ്ങനെ 1-2 സാധനങ്ങൾ വാങ്ങണം. പിന്നെ വേറൊരു ആവശ്യം കൂടെ ഉണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഇനിയിപ്പോൾ സമയം 5 മണിയായി. കുറച്ച് നേരം കിടക്കാൻ നോക്കിയിട്ട് ആമിക്ക് കിടത്തുള്ളൂ. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് പിന്നെ റെഡിയായി പോകാമെന്ന് കരുതി. അപ്പോൾ ചേട്ടൻ റെഡിയായിക്കൊണ്ടിരിക്കണം. ഞാനും ആമിക്കുട്ടിയും റെഡിയായി നിൽക്കുന്നതാണ്. അപ്പോൾ 4 ട്യൂഷന് പോയി. 4 6 മണി 6:30 പോരും. അപ്പോൾ അവൾ വന്നതിന് മുമ്പായിട്ട് പോയിട്ട് വരാമെന്നും കരുതിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിർത്തുന്നതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.